അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മധുർ വചൻ. പേര് കേട്ടാൽ തന്നെ അറിയാം, മധുരമായ വാക്കുകൾ അല്ലെ. ഇതിൽ വന്നിട്ടുള്ളത് 3 പ്രധാനപ്പെട്ട കവികളുടെ ദോഹകളാണ്. അപ്പൊ ദോഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ദോഹന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് 2 വരികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ 2 വരികളിൽ വലിയൊരു ആശയം ഉൾക്കൊണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ ചാപ്റ്ററിൽ 3 പ്രധാനപ്പെട്ട കവികളുടെ 2 ദോഹകൾ വീതാണ് വന്നിട്ടുള്ളത്. കബീർദാസ്, തുളസീദാസ്, അതുപോലെ റഹീം. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ദോഹ നോക്കാം. ഓക്കെ, പേജ് നമ്പർ 62 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കബീർദാസിന്റെ ദോഹ നോക്കാം. ഐസി ബാണി ബോലിയെ मन का आपा गोय अपना तन शीतल करे औरन को सुख होय. ഐസി ബാണി ബോലിയെ. ഐസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള, ബാണി എന്ന് പറഞ്ഞാൽ സംസാരം അല്ലെങ്കിൽ വാക്കുകൾ, ബോലിയെ പറയണം. ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ പറയേണ്ടത്. മൻ ക ആപ്പാ ഗോയ്. മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, ആപ്പാ ഗോയ് എന്ന് പറഞ്ഞാൽ, ആപ്പ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ആപ്പാ ഗോയ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ലാത്ത. നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? നമ്മുടെ മനസ്സിൽ നിന്നും അഹങ്കാരമില്ലാതെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പിന്നെയോ അപ്പന തൻ ശീതൽ കരേ. ശീതൽ എന്ന് പറഞ്ഞാൽ ശാന്തമാക്കുക കേട്ടോ, തണുപ്പിക്കുക. ശീതൽ എന്നുള്ള അർത്ഥമാണ് തണുപ്പിക്കുക അല്ലെങ്കിൽ ശാന്തമാക്കുക. ഓക്കെ, അപ്പോ അപ്പന തൻ, തൻ എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ്. ഇവിടെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പന തൻ ശീതൽ കരേ, തങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം ശാന്തമാക്കുന്ന തരത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഔറൻകോ സുഖ്ഹോയ്. പിന്നെ എങ്ങനെയാണ്? ഔറൻ എന്ന് പറഞ്ഞാൽ ദൂസരോ, മറ്റുള്ളവർക്ക്. സുഖ്ഹോയ്, സുഖം നൽകുന്നത് അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നത്. അപ്പോ നമ്മള് നമ്മുടെ മനസ്സിനെയും മറ്റുള്ളവരുടെ മനസ്സിനെയും സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ശാന്തമാക്കുകയും ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നാണ് ഇവിടെ കബീർദാസ് ഈ 2 വരികളിലൂടെ നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഭാവാർത്ഥ് അല്ലെങ്കിൽ ഇതിന്റെ മൊത്തത്തിലുള്ളൊരു ആശയം എന്താന്നുള്ളത് നമുക്ക് നോക്കാം. മീठी വാണി ബോൽനെ സെ, നമ്മൾ മധുരമായി സംസാരിക്കുന്നതിലൂടെ, നന്നായി സംസാരിക്കുന്നതിലൂടെ, മീൻസ് പോസിറ്റീവായി സംസാരിക്കുന്നതിലൂടെ, സ്വയം നമുക്ക് സ്വന്തവും നമ്മൾ സ്വയം സ്വയ്ക്കോ ശീതൽ കർത്തി ഹേ, സ്വയ്ക്കോ ശീതൽ കർത്തി ഹേ, നമ്മൾ സ്വയം എന്താണ് ശാന്തരാകുകയാണ്. ഓർ ദൂസരോं को भी सुख देती है, മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും നൽകുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, അടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് കബീർദാസിന്റെ 2ാമത്തെ ദോഹ നോക്കാം. സാധു ഐസാ ചാഹിയെ ജൈസാ സൂപ് സുഭായ്, സാർ സാർ കോ ഗഹി ഹേ തോത ഗഹി രഹേ തോത ദേ ഉഡായ്. അപ്പൊ 2ാമത്തെ ദോഹയാണ് നമുക്ക് നോക്കാം. സാധു എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യര് അല്ലെങ്കിൽ മനുഷ്യര്. ഐസ ചാഹിയെ, ഇങ്ങനെയാണ് ആവേണ്ടത് അല്ലെ. ഐസ ചാഹിയെ, ഇങ്ങനെയാണ് ആവേണ്ടത്. ജൈസ, എങ്ങനെയെന്നാൽ, സൂപ്പ് മുറം, സുഭായ് മുറത്തിന്റെ, സുഭായ് എന്ന് പറഞ്ഞാൽ സ്വഭാവം, സ്വഭാവം കേട്ടോ. സൂപ്പ് സുഭായ്, നല്ല മനുഷ്യർക്ക് എന്തിന്റെ സ്വഭാവം ഉണ്ടായിരിക്കേണ്ടത്? മുറത്തിന്റെ സ്വഭാവമാണ് അല്ലെ. മുറത്തിന്റെ എന്താണ്? നമ്മൾ മുറ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മള് ധാന്യങ്ങൾ, ഇപ്പോ അരി, ഗോതമ്പ്, നെല്ല്, ഇതൊക്കെ ഇതിൽ നിന്നും കേടായത് മാറ്റിക്കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുറ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? മുറത്തിന്റെ സ്വഭാവമായിരിക്കണം നല്ല മനുഷ്യർക്ക് ഉണ്ടായിരിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? സാർ സാർക്കോ ഗഹി രഹേ, സാർ സാർ എന്ന് പറഞ്ഞാൽ നല്ലത്. സാർ സാർക്കോ ഗഹി രഹേ, ഗഹി രഹേ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. അപ്പൊ നല്ലതിനെ മാത്രം സ്വീകരിച്ച്, തോത ദേയി ഉടായ്, ദോത ദേയി ഉടായ്. ദോത എന്ന് പറഞ്ഞാൽ, ദോത എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ദേയി ഉടായ്, പറത്തിക്കളയാം. ദേയി എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക, നഷ്ടപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ഉടായ് എന്ന് പറഞ്ഞാൽ പറത്തുക. അപ്പൊ ദേയി ഉടായ് എന്ന് പറഞ്ഞാൽ പറത്തിക്കളയുക കേട്ടോ. അപ്പോ സാർ സാർക്കോ ഗഹി രഹേ, നല്ലതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുക. ദെൻ തോത്ത ദേയി ഉടായ്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ കളയുക. ഓക്കെ, അപ്പൊ അതിന്റെ ഈ ദോഹയുടെ മൊത്തത്തിലുള്ളൊരു ആശയം നമുക്ക് നോക്കാം.
അപ്പൊ ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഹമേ ഹർ ജഗഹ് സെ, നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും അച്ചി ബാത്തേ ഗ്രഹൺ കർണി ചാഹിയേ. അച്ചി ബാത്തേ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങള്, നമുക്ക് ജീവിതത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങള് ഗ്രഹൺ കർണി ചാഹിയേ. ഗ്രഹൺ എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക, സ്വീകരിക്കുക കേട്ടോ, സ്വീകരിക്കേണ്ടതുണ്ട്. ഓർ ബുരി ബാത്തോക്കോ, ചീത്ത കാര്യങ്ങളെ, വേണ്ടാത്ത കാര്യങ്ങളെ ത്യാഗ കർണ ചാഹിയേ, ത്യജിക്കുകയും വേണം. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ത്യജിക്കുക, ഉപേക്ഷിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ദോഹകളുടെ താഴെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നോക്കാം. വിശ്ലേഷൺ കരെ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വാണി സെ തൻ മൻ കോ ശാന്ത് കിയാ ജാ സക്താ ഹെ. വാണി കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് തൻ മൻ കോ, നമ്മുടെ ശരീരത്തെയും അല്ലെങ്കിൽ ഹൃദയത്തെയും മനസ്സിനെയും ശാന്ത് കിയാ ജാ സക്താ ഹെ, ശാന്തമാക്കാൻ കഴിയും. ക്യാ ആപ് ഇസ് കഥൻ സെ സഹ്മത് ഹെ, നിങ്ങൾ ഈ പ്രയോഗത്തോട് യോജിക്കുന്നുണ്ടോ? ക്യോ, എന്തുകൊണ്ട്? അപ്പൊ നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത്? നമ്മൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ യോജിക്കുന്നുണ്ട് എന്ന് പറയണം. ഓക്കെ, മേം ഇസ് കഥൻ സെ സഹമത് ഓം, ഞാൻ ഈ പ്രയോഗത്തോട് യോജിക്കുന്നുണ്ട്. നെക്സ്റ്റ്, വാണി സെ തൻ മൻ കോ ശാന്തി കിയാ ജാ സക്താ ഹെ, സംസാരം കൊണ്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും, ആ ചോദ്യത്തിലുള്ള അതേ സെന്റൻസ് ഒന്നുകൂടി എടുത്ത് എഴുതാം കേട്ടോ. വാണി സെ തൻ മൻ കോ ശാന്ത് കിയാ ജാ സക്താ ഹെ, നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമുക്ക് ശാന്തമാക്കാൻ സാധിക്കും. ക്യോം കി, എന്തുകൊണ്ടെന്നാൽ ബോൾനെ കാ തരീക്ക, നമ്മുടെ സംസാര രീതി ഹമാരെ മൻ ഓർ ശരീർ പർ, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അസർ ഡാൽത്താ ഹെ, അല്ലെ, നമ്മുടെ സംസാര രീതി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഹൃദയത്തെയും അസർ ഡാൽത്താ ഹെ, ബാധിക്കും. മീठी ഓർ ശാന്തി വാണി സുൻകർ, നമ്മൾ മധുരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള സംസാരം സുൻകർ, കേട്ടിട്ട് മൻ ഓർ സുൻകർ മൻ ശാന്ത്, മനസ്സിലെ ശാന്തിയും ഓർ തൻ പ്രസന്ന ഹോ ജാത്താ ഹെ, അപ്പോൾ നമ്മുടെ ശരീരം അല്ലെങ്കിൽ ഹൃദയം എങ്ങനെയോ പ്രസന്നമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതിനോട് യോജിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി വായിക്കാം. वाणी से तन मन को शांत किया जा सकता है क्योंकि बोलने का तरीका हमारे मन और शरीर पर असर डालता है और मीठी और शांति वाणी सुनकर मन शांत और तन प्रसन्न हो जाता है. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം വന്നിട്ടുള്ളത്? ഔറോങ്കോ ഹം കൈസേ സുഖ് ദിലാ സക്തേ ഹേ, മറ്റുള്ളവർക്ക് നമുക്ക് എങ്ങനെ സുഖം അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. അപ്പിനെ സ്വഭാവക്കോ, നമ്മുടെ സ്വഭാവത്തെ ശാന്തതയുള്ളതും സരൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളത്, സിമ്പിൾ ആയതും സൗമ്യ ബനാക്കർ, സൗമ്യമായിട്ടുള്ളതും ബനാക്കർ ആക്കിയാൽ ഹം ദൂസരോങ്കോ സുഖ് പहुंचा सकते हैं, നമുക്ക് മറ്റുള്ളവർക്ക് സുഖമുണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. और दूसरों के सहानुभूति दया और सहयोग का व्यवहार करके, और दूसरों से മറ്റുള്ളവരോട് സഹാനുഭൂതി ദയ കരുണ और सहयोग സഹവർത്തിത്വം का व्यवहार करके, ഇങ്ങനെയുള്ള വ്യവഹാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാരക്ടർ കാണിച്ചിട്ട് ദൂസരോങ്കോ മറ്റുള്ളവർക്ക് സുഖ ദിലാ സക്തേ ഹേ, മറ്റുള്ളവർക്ക് നമുക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി വായിച്ചു നോക്കാം കേട്ടോ. അപ്പനെ സ്വഭാവക്കോ शांत सरल और सौम्य बनाकर हम दूसरों को सुख पहुंचा सकते हैं और दूसरों से सहानुभूति दया और सहयोग का व्यवहार करके दूसरों को सुख दिला सकते हैं. ഇതിൽ രണ്ട് വഴി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്, ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇൻ പങ്ക്തിയോൻ സെ കവി ക്യാ സന്ദേശ് ദേനാ ചാത്ത. ഓക്കെ, അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് രണ്ടാമത്തെ ദോഹയിൽ നിന്നാണ് കേട്ടോ. കബീർദാസിന്റെ രണ്ടാമത്തെ ദോഹയിൽ നിന്നാണ് അടുത്ത ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇൻ പങ്ക്തിയോൻ സെ കവി ക്യാ സന്ദേശ് ദേനാ ചാത്തെ ഹെ,
ഈ വരികളിലൂടെ കവി എന്താണ് നമുക്ക് എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത്? സാധു ഐസ ചായിയെ ജൈസ സൂപ് സുഭാൻ സാർ സാർക്കോ ഗഹി ഹെ ദോദ ദേ ഉഠായ് എന്നുള്ള ഈ വരികളിലൂടെ കവി നമുക്ക് എന്ത് സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കാം. इंसान को अपने अहंकार को त्याग कर सरल बनाना चाहिए. ओके, നമുക്ക് ആൻസർ നോക്കാം. जीवन में सच्चे और उपयोगी गुणों को अपनाना चाहिए. जीवन में നമ്മുടെ ജീവിതത്തിൽ സच्चे और സത്യസന്ധമായിട്ടുള്ള और उपयोगी गुणों को ഉപയോഗമുള്ള ഗുണങ്ങളെ अपनाना चाहिए നമ്മൾ എന്താണ് നേടിയെടുക്കണം, കരസ്ഥമാക്കണം. വ്യർത്ഥ ബാത്തോं को എന്താണ് വേണ്ടാത്ത കാര്യങ്ങളെ വെറുതെ ബാത്തോങ്കോ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചോഡ്ന ചായേ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം? ചോഡ്ന ചായേ ഉപേക്ഷിക്കണം അല്ലെ, കളയണം. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ആൻസർ? जीवन में सच्चे और उपयोगी गुणों को अपनाना चाहिए और व्यर्थ बातों को छोड़ना चाहिए. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കബീർ ने सज्जन की तुलना सूप से की है, क्यों? കബീർ സജ്ജൻ കി തുൽന നല്ല ആളുകളുടെ താരതമ്യം സൂപ് സെ കി ഹെ മുറത്തോടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല മനുഷ്യരെ കബീർദാസ് ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? മുറത്തിനോട് താരതമ്യം ചെയ്തിരിക്കുകയാണ് അല്ലെ, കമ്പയർ ചെയ്തിരിക്കുകയാണ്. ക്യോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് കബീർദാസ് നല്ല ആളുകളെ മുറത്തിനോട് കമ്പയർ ചെയ്തത്? നല്ല ആളുകൾ എന്ത് ചെയ്യണം? നമ്മളെ ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ മാത്രം നിർത്തിക്കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. മുറം ചെയ്യുന്നത് മുറവും അത് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. നല്ല ധാന്യങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട് അതിൽ വേണ്ടാത്ത വസ്തുക്കളൊക്കെ പറത്തിക്കളിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് കബീർദാസ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മളെ നല്ല മനുഷ്യരെ മുറവുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് വന്നിട്ടുള്ളത് തുളസീദാസിന്റെ ദോഹകളാണ്. തുളസീദാസിന്റെ 2 ദോഹകളാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ദയാ ധർമ്മ കാ മൂൽ ഹേ പാപ മൂൽ അഭിമാൻ. തുളസി ദയാ ന ചോടിയെ ജബ് തക് ഗഡ് മേ പ്രാൺ. ഒന്നുകൂടി നോക്കാം. ദയാ ധർമ്മ കാ മൂൽ ഹേ പാപ മൂൽ അഭിമാൻ. തുളസി ദയാ ന ജബ് തക് ഗഡ് മേ പ്രാൺ. ദയാ ധർമ്മ കാ മൂൽ ഹേ. ദയ എന്ന് പറഞ്ഞാൽ കരുണ. ധർമ്മത്തിന്റെ മൂല് ഹേ. മൂൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമാണ് അല്ലെങ്കിൽ റൂട്ടാണ്. ഓക്കെ, പാപ മൂലിക അഭിമാൻ. പാപം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ അഭിമാൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ പാപം അല്ലെങ്കിൽ തെറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ അഹങ്കാരത്തിന്റെ അല്ലെ, പാപത്തിന്റെ അടിസ്ഥാനം എന്താണ്? അഹങ്കാരമാണ്. അപ്പൊ നമുക്ക് നോക്കാം. ദയാ ധർമ്മ കാ മൂല് ഹേ. ദയ എന്ന് പറയുന്നത് ധർമ്മത്തിൽ നിന്ന് വരുന്നതാണ് അല്ലെങ്കിൽ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. പാപം മൂല് അഭിമാൻ. ഇവിടെ അഭിമാൻ എന്നുള്ളത് അഹങ്കാരം എന്നുള്ള അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. പാപ മൂലിക അഭിമാൻ. അപ്പോ പാപം അല്ലെങ്കിൽ തെറ്റ് വരുന്നത് എവിടെ നിന്നാണ്? തെറ്റിന്റെ അടിസ്ഥാനം എവിടെ നിന്നാണ്? അഹങ്കാരത്തിൽ നിന്നുമാണ് എന്നാണ് കബീർദാസ് പറയുന്നത്. ദയാ ധർമ്മ കാ മൂല് ഹേ. ദയ എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ് അല്ലെ, ധർമ്മത്തിൽ നിന്നുമാണ് ദയ കരുണ വരുന്നത്. പാപ മൂലിക അഭിമാൻ. അഭിമാൻ എന്ന് പറഞ്ഞാൽ അവിടെ അഹങ്കാരം എന്നുള്ളതിലാണ് കൊടുത്തിട്ടുള്ളത്, അർത്ഥത്തിലാണ് കൊടുത്തിട്ടുള്ളത്. പാപ മൂലിക അഭിമാൻ. പാപം അല്ലെങ്കിൽ തെറ്റ് വരുന്നത് എവിടെ നിന്നാണ്? അഹങ്കാരത്തിൽ നിന്നാണ് അല്ലെ. അപ്പോ പാപത്തിന്റെ അടിസ്ഥാനം എന്താണ്? അഹങ്കാരമാണ് എന്നുള്ളതാണ്. നമ്മളെ തെറ്റുകളെല്ലാം വരുന്നത് നമ്മുടെ അഹങ്കാരത്തിൽ നിന്നുമാണ്. തുളസി ദയാന ചോടിയെ. അപ്പോ കവി സ്വയം പറയാണ്, തുളസി ദയാന ചോടിയെ, കരുണ ഒരിക്കലും വിടരുത്, ഉപേക്ഷിക്കരുത്. ജബ് തക്ക് ഗഡ്മേ പ്രാൺ. ജബ് തക്ക് ഏതുവരെ? ഗഡ്മേ പ്രാൺ, ശരീരത്തിൽ പ്രാണൻ ജീവൻ ഉണ്ടായിരിക്കുന്നത് വരെ നീ എന്ത് ചെയ്യരുത്? നിന്നെ മനസ്സിൽ നിന്നും എന്ത് വിടരുത്? ദയ വിടരുത്. നിന്റെ ജീവിതത്തിൽ നിന്നും കരുണ വിടരുത്, ഉപേക്ഷിക്കരുത് എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഇതിന്റെ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വരികളിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ജബ് തക്ക് ശരീരമേ പ്രാണ ഹേ. ജബ് തക്ക് ഏത് വരെ നമ്മുടെ ശരീരത്തിൽ പ്രാണൻ ജീവൻ ഉണ്ടോ, തബ് തക്ക് അതുവരെ
ദയാ കോ കഭി നഹി ചോഡ്നി ചാഹിയെ. നമ്മൾ ദയ ഒരിക്കലും വിടരുത്. കരുണ നമ്മളെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം നമ്മൾ കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിന് കരുണയെ ഉപേക്ഷിക്കരുത് എന്നുള്ള ഒരു മെസ്സേജാണ് തുളസീദാസ് നമുക്ക് ഈ വരികളിലൂടെ നൽകുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത് നോക്കാം. സജീവ് വൈദ്യ ഗുരു തീനി ജോ പ്രിയ बोलेंगी भई आस राजधर्म तन तीनी कर होई भोगी नास. സജീവ് വൈദ്യ ഗുരു, മൂന്നാളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. സജീവ് എന്ന് പറഞ്ഞാൽ മന്ത്രി, വൈദ്യ എന്ന് പറഞ്ഞാൽ വൈദ്യൻ ഡോക്ടർ, ഗുരു എന്ന് പറഞ്ഞാൽ ഗുരു ടീച്ചർ അധ്യാപകൻ. തീനോം ജോ, തീനി എന്ന് പറഞ്ഞാൽ അവിടെ തീനോ എന്നുള്ള അർത്ഥത്തിലാട്ടോ. തീനോ മൂന്ന് പേരും, ജോ മൂന്ന് പേരും. പ്രിയ ബോലങ്കി ബൈ ആസ്, പ്രിയ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ, ബോലഹീം എന്ന് പറഞ്ഞാല് എന്താണ് സംസാരം എന്നുള്ള അർത്ഥമാണ്, ബോൾന എന്നുള്ള അർത്ഥമാണ്. ഭയം, ആസ് എന്ന് പറഞ്ഞാൽ ആശ. അപ്പൊ എന്താണ് ഈ മൂന്ന് പേരും നമ്മളെ രാജ്യത്തിനും നമ്മളെ ധർമ്മത്തിനും ഒക്കെ പ്രധാനപ്പെട്ട മൂന്നാളുകളാണ് അല്ലെ. ഒരു രാജ്യത്തിന് മന്ത്രി വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ ഡോക്ടേഴ്സ്, ഒരു സമൂഹത്തിന് ഡോക്ടേഴ്സ്, അധ്യാപകന് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പൊ വേറെ ആരുടെയെങ്കിലും ഭയന്നുകൊണ്ട് ഇവരൊക്കെ നമ്മളോട് സത്യം മൂടി വെച്ചുകൊണ്ട് നമ്മളോട് പ്രിയായിട്ട് സ്നേഹമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാല് എന്താ ഉണ്ടാവുക? രാജധർമ്മ തൻ തീനീക്കർ, രാജ്യവും ധർമ്മവും ഇവിടെ തന്നുള്ള ശരീരം എന്നുള്ള അർത്ഥമാണ്, പക്ഷെ ഇവിടെ ജീവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ രാജ്യത്തിനും ധർമ്മത്തിനും ജീവിതത്തിനും തീനീക്കർ മൂന്നിനും ഹോയി ബേഗിഹി നാസ്, ഹോയി ഉണ്ടായിത്തീരും, ബേഗിഹി ജൽദി, ബേഗിഹി എന്ന് പറഞ്ഞാൽ ജൽദി എന്നുള്ള അർത്ഥമാണ്. ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഹോയി ബേഗിഹി പെട്ടെന്ന് തന്നെ, നാസ് നാശമായി തീരും അല്ലെങ്കിൽ ഇല്ലാതായി തീരും. അപ്പൊ നമുക്കറിയാം മന്ത്രി നമ്മുടെ സ്നേഹത്തോടെ അല്ലാതെ അല്ലെങ്കിൽ രാജാവിനോട് ഒരു സത്യം മറച്ചു വെച്ചുകൊണ്ട് വേറെ ആരെയോ ഭയന്നുകൊണ്ട് സത്യം മറച്ചു വെച്ച് രാജാവിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രജകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? രാജ്യം തന്നെ ഇല്ലാതാവും, അവിടെ ധർമ്മം ഇല്ലാതായി തീരും. അതുമൂലം അവിടുത്തെ ജീവനുകൾക്കും ആപത്ത് വരും. അതുപോലെ ഒരു വൈദ്യ, ഒരു ഡോക്ടർ രോഗിനോട് സ്നേഹം കൂടിയിട്ടോ അല്ലെങ്കിൽ വേറെ പറയാൻ മടിച്ചിട്ടോ തൻ്റെ രോഗം പറയാതിരുന്നാൽ എന്താവും? ആ രോഗിക്ക് ആ രോഗത്തെക്കുറിച്ച് അറിയാൻ സാധിക്കൂല, അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഗുരു അധ്യാപകൻ, ടീച്ചർ, ഗുരു എന്നൊക്കെ പറയുന്നത് നമുക്ക് നല്ല വഴികൾ കാണിച്ചു തരാനുള്ള ആളുകളാണ്. അപ്പൊ അവര് നല്ല വഴികൾ കാണിച്ചു തന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ, നമ്മുടെ രാജ്യം തന്നെ തെറ്റിലേക്ക് പോകും. അങ്ങനെ ധർമ്മം നല്ലത് ഇല്ലാതായി തീരും അല്ലെ, ധർമ്മം ഇല്ലാതാവും. സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സജീവ് വൈദ്യ ഗുരു തീനി ചോം പ്രീ ബോലഹി ബൈ ആസ്. ആരെങ്കിലും ഭയന്നുകൊണ്ട് ഇവരൊക്കെ കളവ് പറഞ്ഞാൽ, അവരുടെ ഉദ്ദേശം സാധിക്കാൻ വേണ്ടിയിട്ട് അവർ കളവ് പറഞ്ഞാൽ, രണ്ടർത്ഥത്തിലും ഇത് വരാട്ടോ. രാജധർമ്മത്തൻ തീനീക്കർ, രാജ്യവും ധർമ്മവും ജീവനും, തീനീക്കർ മൂന്നും, ഹോയ് ബോഗിഹി നാസ് പെട്ടെന്ന് നാശത്തിലേക്ക് പോകും. അപ്പോൾ ഇതിന്റെ ആശയം എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ആശയം നോക്കാം. മന്ത്രി വൈദ്യ ഓർ ഗുരുക്കോ, മന്ത്രിയും വൈദ്യനും ഗുരുവും സച്ച് ബോൾനാ ചാഹിയെ, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. തബി ബലായി ഓത്തിഹി, അപ്പോഴാണ് വളർച്ച ഉണ്ടാവുക അല്ലെ. അപ്പൊ അവര് ഈ മൂന്ന് പേരും സത്യം പറഞ്ഞാല് നമ്മളെ ജീവനും രാജ്യത്തിനും അതുപോലെ ധർമ്മത്തിനും എന്തുണ്ടാവുള്ളൂ? വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മൾ തുളസീദാസിന്റെ ഈ 2 ദോഹകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. നോക്കാം. ദയാ ധർമ്മ കാ മൂല്യ ഹേ, ക്യാ ആപ് ഇസ് കഥൻ സേ സഹമത് ഹേ? ക്യോം? ദയാ ധർമ്മ കാ മൂല്യ, കരുണ എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ക്യാ ആപ് ഇസ് കഥൻ സേ സഹമത് ഹേ? ക്യോം? നിങ്ങൾ ഈ പ്രയോഗത്തോട് യോജിക്കുന്നുണ്ടോ? ക്യോം? എന്തുകൊണ്ട്? നമുക്ക് അതിന്റെ ആൻസർ നോക്കാട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ എന്ത് കൊടുക്കാം? ഞാൻ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ട് എന്ന് കൊടുക്കാം. മേ ഇസ് കഥൻ സേ സഹമത് ഹൂം, ഞാൻ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ട്. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ ദയാ ധർമ്മ കാ ആധാർ ഹേ,
ദയ എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ ആധാർ അടിസ്ഥാനമാണ്. സമാജമേ സച്ചായി ഓർ മാനവത രഖ്നെ കെ ലിയെ സമൂഹത്തിൽ അച്ചായി നല്ലതും ഓർ മാനവത മനുഷ്യത്വം രഖ്നെ കെ ലിയെ നിലനിർത്താൻ വേണ്ടി ദയ ദയ ആവശ്യമാണ് കേട്ടോ. നോടി मैं इस कथन से सहमत हूँ क्योंकि दया धर्म का आधार है. समाज में अच्छाई और मानवता रखने के लिए दया आवश्यक है. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് കബി ബി ദയാ ന ചോടിയെ. കബി ബി ഒരിക്കലും ദയാ ന ചോടിയെ, നമ്മൾ കരുണ വിടാൻ പാടില്ല, കരുണ ഉപേക്ഷിക്കരുത്. കവിനി ഐസാ ക്യോ കഹാ ഹോഗ, കവി എന്തുകൊണ്ടാവും അങ്ങനെ പറഞ്ഞത്? നോക്കാം, ഉത്തരം നോക്കാം. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ മൻമേ ദയ അമേഷ ബനി രഹിനി ചാഹിയെ. മൻമേ മനസ്സിൽ, ദയ കരുണ, അമേഷ എല്ലായ്പ്പോഴും എപ്പോഴും ബനി രഹിനി ചാഹിയെ നിലനിർത്തേണ്ടതുണ്ട്. തബി അപ്പോഴാണ് ജീവൻ ഓർ സമാജമേ നമ്മുടെ ജീവിതത്തിലും സമാജമേ സമൂഹത്തിലും ശാന്തി ബനി രഹത്തി ഹേ ശാന്തത ഉണ്ടാവുകയുള്ളൂ, സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഉത്തരത്തിലൂടെ. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ മൻമേ ദയ അമേഷ ബനി രഹ്നി ചാഹിയെ. മൻമേ മനസ്സിൽ, ദയ കരുണ, അമേഷ എല്ലായ്പ്പോഴും, ബനി രഹ്നി ചാഹിയെ നിലനിർത്തേണ്ടതുണ്ട്. തബി അപ്പോഴാണ് ജീവൻ ഓർ സമാജമേ നമ്മുടെ ജീവിതത്തിലും സമാജമേ സമൂഹത്തിലും ശാന്തി ബനി രഹത്തി ഹേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം രാജ്യധർമ്മ തൻ തീനീകർ ഹോയി ബേഗിഹിനാസ്. രാജ്യത്തിനും ധർമ്മത്തിനും ജീവനും തീനീകർ മൂന്നിനും ഹോയി ബേഗിഹിനാസ് പെട്ടെന്ന് നാശമുണ്ടാകും. ഇസ്സേ ക്യാ താല്പര്യം, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഉത്തരം നോക്കാം. യദി വ്യക്തികളിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ ഭയം, ലാലച്ച് അത്യാഗ്രഹം ഓർ അഹങ്കാർ സെ ബരാഹോ അഹങ്കാരം കൊണ്ടും നമ്മുടെ മനസ്സൊക്കെ നിറഞ്ഞു പോയാൽ, യാ അല്ലെങ്കിൽ ധർമ്മ ഓർ ദയാക പാലന കരെ നമ്മൾ ധർമ്മവും കരുണയും ദയയും ഒന്നും സംരക്ഷിച്ചില്ലെങ്കിൽ, രാജ്യധർമ്മ ഓർ ജീവൻ തീനോ നാശ് ഓ ജാതാ ഹെ രാജ്യവും ധർമ്മവും അതുപോലെ ജീവനും എന്തായി തീരും? തീനോം നാശ് ഓ ജാതാ ഹെ മൂന്നും ഇല്ലാതായി തീരും, നശിച്ചു പോകും. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത റഹീമിന്റെ ദോഹകൾ നോക്കാം. അപ്പൊ നമുക്ക് അടുത്തത് ഇനി നമുക്ക് റഹീമിന്റെ ദോഹകൾ നോക്കാം. 2 ദോഹകളാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ദോഹ मन मोती अरु दूध रस इनकी सहज सुभाय पड़ जाए तो न मिले कोडिन करो उभाय. मन मोती अरु दूध रस അല്ലെ, മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, മോത്തി എന്ന് പറഞ്ഞാൽ മുത്ത്, അരു എന്ന് പറഞ്ഞാൽ പൂവ് ഫ്ലവർ കേട്ടോ, ദൂത് എന്ന് പറഞ്ഞാൽ എന്താണ്? പാല്, രസം. ഇൻകി സഹജ സുഭായ് ഇതിൻ്റെയൊക്കെ സഹജമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവങ്ങൾ പഠിച്ചായത്തോ പോയാൽ അല്ലെ, ഇതിന്റെ പഠിച്ചായത്തോ ഇല്ലാതായി പോയാൽ നാമിലെ തിരിച്ചു കിട്ടില്ല. കോടിൻ കരോ ഉപായ് കോടിക്കണക്കിന് ഉപായങ്ങൾ ഉണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ നശിച്ചു പോയാൽ തിരിച്ചു കിട്ടൂല എന്നാണ്. അപ്പൊ നമ്മളെ മനസ്സ് എന്താണ്? മനസ്സ് എന്നുള്ളത് നമ്മുടെ മുത്തിനെയും അതുപോലെ പൂവിനെയും ദൂതിനെയും രസത്തൊക്കെ പോലാണ്. അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണങ്ങൾ നശിച്ചു പോയാൽ എന്ത് കിട്ടൂല? പിന്നീട് നമ്മൾക്ക് അത് ഉണ്ടാക്കി തീർക്കാൻ പറ്റൂല അല്ലാണ്. പെട്ടെന്ന് നമുക്കതിനെ ഉണ്ടാക്കി തീർക്കാൻ പറ്റൂല എന്നാണ് ഈ വരികളിലൂടെ നമ്മളെ റഹീം പറയുന്നത്. ഒന്നുകൂടി, मन मोती अरु दूध रस इनकी सहज सुभाय पड़ जाए तो न मिले कोडिन करो उबाय. അപ്പൊ ഇതിന്റെ ആശയം എന്താ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. मन को सौम्य और शांत रखना चाहिए. മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? സൗമ്യമായിട്ടും സമാധാനമായിട്ടും നിലനിർത്തണം. क्योंकि എന്തുകൊണ്ടെന്നാൽ टूटने पर उसे ठीक करना मुश्किल होता है. നമ്മുടെ മനസ്സിനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ
അതിനെ വീണ്ടും നേരെയാക്കുക അല്ലെങ്കിൽ നന്നാക്കുക എന്നുള്ളത് എന്താണ്? മുഷ്കിലാണ്, ബുദ്ധിമുട്ടാണ്. കോയി ആസാൻ ഇലാജ് യാ ഉപായ് നഹീ മിൽത്തെ ഹൈ. കോയി ആസാൻ ഇലാജ്, ഏതെങ്കിലും എളുപ്പമായിട്ടുള്ള ഒരു ഇലാജ് എന്ന് പറഞ്ഞാൽ ചികിത്സയോ യാ ഉപായ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപായമോ അതിനു വേണ്ടി നഹീ മിൽത്തെ ഹൈ, നമുക്ക് ലഭിക്കില്ല എന്നാണ് ഈ വരികളുടെ ആശയമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ദോഹ നോക്കാം. റഹിമാൻ ദാഗാ പ്രേം കാ മത് തോരോ ചട്കായ്, ടൂട്ടെ പെൻ ഫിർ ന ചുരേ ചുരേ ഗാൻ പരിചായ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? റഹിമൻ, അതായത് നമ്മുടെ കവി സ്വയം സംബോധന ചെയ്താണ്. റഹിമാൻ ദാഗ പ്രേമിക്ക. ദാഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാഗ പ്രേമിക്ക. ദാഗ് എന്ന് പറഞ്ഞാല് ചരട്, നൂല് എന്നുള്ളതാണ്. പ്രേമിക്ക സ്നേഹത്തിന്റെ ചരട് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ നൂല്. മത് തോരോ ചടുക്കായി, മത് പാടില്ല. തോരോ എന്ന് പറഞ്ഞാൽ തോടോ എന്ന് പറഞ്ഞാൽ പൊട്ടിക്ക. ചടുക്കായി പെട്ടെന്ന്. നമ്മളെന്താണ്? സ്നേഹത്തിന്റെ ആ ചരട് പെട്ടെന്നൊന്നും നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. ടൂട്ടെ പൈ ഫിർ ന ചുരേ. ടൂട്ടെ എന്ന് പറഞ്ഞാൽ പൊട്ടിക്ക. ടൂട്ടെ പൈ അതിനെ പൊട്ടിച്ചു കളഞ്ഞാൽ, ഫിർ പിന്നീട് വീണ്ടും, ന ചുരേ, ചുരേ എന്ന് പറഞ്ഞാൽ ചുടേ, യോജിപ്പിക്കുക. അപ്പൊ എന്താണ്? പൊട്ടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ യോജിപ്പിക്കാൻ സാധിക്കൂല. ചുരേ ഗാൻ പരിചായ്. ചുരേ അതിനെ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാല് ഘാൺ പരി, ഘാൺ എന്ന് പറഞ്ഞാല് കെട്ട്, അതിന്റെ കെട്ട് എന്താവും? പരിചായ്, വീണുകൊണ്ടിരിക്കും. അപ്പൊ പൊട്ടിപ്പോയത് നമ്മൾ വീണ്ടും കെട്ടിക്കഴിഞ്ഞാൽ, അല്ലെ, പൊട്ടിയ ഒരു കയറ് വീണ്ടും നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ മുഴച്ചിരിക്കും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് എത്ര പിന്നെ യോജിപ്പിച്ച് നിർത്തിയാലും കെട്ടിയാലും അത് എന്താണ്? മുഴച്ചിരിക്കും. അല്ലെങ്കിൽ ഇവിടെ പരിചായ് എന്ന് പറഞ്ഞാൽ വീണ് പോകുന്നതാണ്. അതായത് വീണ്ടും അത് എന്താണ്? അഴിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അല്ലെ. നമ്മൾ വീണ്ടും അത് യോജിപ്പിച്ച് കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അത് വീണ് പോവാൻ, അഴിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് എന്നാണ് കവി പറയുന്നത്. അപ്പൊ നമുക്കതിന്റെ ആശയം നോക്കാം, ഒന്നിച്ചുള്ള ആശയം നോക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ആശയം എന്താണ്? റിശ്തോംകോ സംഭാൽക്കർ രഖോ. നമ്മളെന്താണ്? റിശ്തോ എന്ന് പറഞ്ഞ ബന്ധങ്ങളെ സംഭാൽക്കർ രഖോ, നമ്മൾ എന്ത് ചെയ്യണം? അത് സംരക്ഷിച്ച് നിർത്തണം, അല്ലെങ്കിൽ നമ്മൾ ബന്ധങ്ങള് കൂട്ടി ഉറപ്പിച്ച് നിർത്തണം. ടൂട്ടിനെ പാർ അതിനെ പൊട്ടിച്ചു കളഞ്ഞാൽ, ഉന്നെ ടീക് കർന മുഷ്കിൽ ഹേ അതിനെ ബന്ധിപ്പിക്കുക, യോജിപ്പിക്കുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഇനിയിപ്പോ യോജിപ്പിച്ചാലും എങ്ങനെ ഇരിക്കും എന്നാ പറഞ്ഞത്? അതൊരു മുഴച്ചിരിക്കും അല്ലെങ്കിൽ പരിച്ചായി വീണു പോകും എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആശയമായിട്ട് ഇത്ര മാത്രം എഴുതിയാൽ മതി. റിശ്തോംകോ സംഭാൽക്കർ രഖോ, ടൂട്ടിനെ പർ ഉന്നെ ടീക് കർന മുഷ്കിൽ ഹേ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് റഹീമിന്റെ ഈ ദോഹകളിൽ നിന്നും വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, നോക്കാം. ഓക്കെ. ഫസ്റ്റ് എന്താണ്? ഫട്ട് ജായേ തോ നാ മില, ഇസ്സെ ആപ് ക്യാ സമझते हैं? ഫട്ട് ജായേ തോ നാ മിലെ, അതിനെ നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞാൽ തിരിച്ചു കിട്ടൂല. ഇസ്സെ ആപ് ക്യാ സമझते हैं, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. हमारे मन के गुण और भाव बहुत कीमती हैं. हमारे मन के നമ്മുടെ മനസ്സിന്റെ ഗുൺ ഓർ ഭാവ്, ഗുണവും അതുപോലെ ഭാവവും बहुत कीमती हैं, വളരെ വാല്യൂബിൾ ആയിട്ടുള്ളതാണ്. അഗർ നമ്മ ഉൻകി ദേഖ്ഭാൽ ന കരേ, അതിനെ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഓർ നഷ്ട് കർ ദേ തോ നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, ഫിർ കഭി വാപ്പസ് നഹീ ആത്തെ, എന്താണ്? പിന്നീട് അത് തിരിച്ചു കിട്ടൂല. हमारे अच्छे गुण और भाव का रक्षा करना जरूरी है. നമ്മുടെ നല്ല ഗുണങ്ങളെയും ഭാവങ്ങളെയും നമ്മൾക്ക് സംരക്ഷിച്ച് നിർത്തുക അല്ലെങ്കിൽ അത് അവിടെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമാണ് ഉള്ളതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഇൻ പങ്ക്തിയോൻ സെ കവി ക്യാ कहना चाहते हैं, ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഏ വരികളാണ്? ഫസ്റ്റത്തെ റഹീമിന്റെ ആ ഫസ്റ്റത്തെ ദോഹയിൽ കേട്ടോ. മൻമോത്തി അരുദൂത് രസ് ഇൻകി സഹജ സുബായ് ഫട്ട് ജായേ തോ നാ മിലെ ഹോഡിൻ കരോ ഉബായ്. അപ്പൊ ഇത് ഈ വരികളിലൂടെ റഹീം എന്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ വരികളിലൂടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അമേ അപ്പിനെ മൻ കെ ഗുണോ ഓർ ഭാവ് കി സംരക്ഷൺ കർണി ചായേ, നമുക്ക് നമ്മുടെ മനസ്സിനെയും മനസ്സിലുള്ള ഗുണങ്ങളെയും ഭാവങ്ങളെയും സംരക്ഷൺ കർണി ചായേ, സംരക്ഷിച്ചു നിർത്തേണ്ടതുണ്ട്.
അല്ലെങ്കിൽ നിലനിർത്തേണ്ടതുണ്ട്. ഉനെ അച്ഛാ രഖ്നെ കെ ലിയെ അതിനെ നന്നായി നിലനിർത്താൻ വേണ്ടി സഹി ഉപായ് നല്ല രീതിയിലുള്ള ഉപായങ്ങൾ അല്ലെങ്കിൽ രീതികൾ ഓർ അഭ്യാസ് പ്രവർത്തനങ്ങൾ കർണാ ചാഹിയെ. നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്താണ് നന്നായിട്ട് നല്ല രീതിയിലൂടെ നല്ല പ്രവർത്തനങ്ങൾ നല്ല രീതിയിലൂടെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് കവി ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത റഹീമിന്റെ രണ്ടാമത്തെ ദോഹയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ജഡ് ജഡ്കേസെ മത് തോഡ്ന, ജഡ്കേസെ മത് തോഡ്ന, ജഡ് പെട്ടെന്ന്, ജഡ്കേസെ മത് തോഡ്ന പെട്ടെന്ന് പൊട്ടിക്കാൻ പാടില്ല. ഇസേ സമാൻ ആശയ വാലി പങ്ക്തി ചുല്ലേ, ഇതിനു സമാനമായിട്ടുള്ള ഒരു പങ്ക്തി ഒരു വരി കണ്ടെത്താനാണ്. ജഡ്കേസെ മത് തോഡ്ന പെട്ടെന്ന് പൊട്ടിക്കരുത് എന്ന് അർത്ഥം വരുന്ന വരി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റഹീമിന്റെ രണ്ടാമത്തെ ദോഹയിലെ ഒന്നാമത്തെ വരി നോക്കാം. റഹിമാൻ ദാഗ് പ്രേമിക്ക മത് തോരോ ചടുക്കാൻ. ഏതാണ്? മത് തോരോ ചടുക്കാൻ കേട്ടോ. മത് എന്ന് പറഞ്ഞാൽ പാടില്ല, തോരോ എന്ന് പറഞ്ഞാൽ തോടോ പൊട്ടിക്കാൻ, ചടുക്കായ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ചട് എന്നുള്ള അർത്ഥം കേട്ടോ, പെട്ടെന്ന് എന്നുള്ള അർത്ഥം. അപ്പോൾ പെട്ടെന്ന് പൊട്ടിക്കാൻ പാടില്ല അല്ലെ. റഹിമാൻ ദാഗ പ്രേമിക്ക മത് തോരോ ചടുക്കാൻ. അപ്പോൾ ആപ്റ്റായിട്ടുള്ള അതിനുള്ള വാക്ക് എന്താണ്? മത് തോരോ ചടുക്കായ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. टूटे पै फिर ना चुरे ऐसा क्यों कहा होगा? टूटे पै फिर ना चुरे അല്ലെ, പൊട്ടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനെ യോജിപ്പിക്കാൻ സാധിക്കൂല. ഐസെ ക്യോ കഹാ ഹോഗ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഉത്തരം നോക്കാം. പ്രേമ യാ ഭരോസ കാ ബന്ധൻ ടൂട്ട്നെ കെ ബാദ് പഹലെ ജൈസെ നഹി ഹോ സക്ത. എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രേമ സ്നേഹത്തിന്റെയും ഓർ ഭരോസ, ഭരോസ എന്നാൽ എന്താണ്? വിശ്വാസം, വിശ്വാസത്തിന്റെയും ബന്ധങ്ങൾ ടൂട്ടിനേക്ക് ബാദ് പൊട്ടിപ്പോയാൽ, പൊട്ടിയതിനു ശേഷം പഹലെ ജൈസെ നഹി ഹോ സക്ത പണ്ടത്തെ പോലെ ഒരിക്കലും ആയില്ല. റിസ്തോമേ അതുപോലെ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ റിലേഷനുകളിൽ എന്താണ്? പ്രേമ കാ മൂല്യ സംജുകർ ഉൻക സമ്മാൻ കരോ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ബന്ധങ്ങളിലെ സ്നേഹത്തിന്റെ മൂല്യം മനസ്സിലാക്കി അതിനെ ബഹുമാനം കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടി. പ്രേമിയ ഭരോസ കാ ബന്ധൻ ടൂട്ട്നെ കെ ബാദ് പഹലെ ജൈസെ നഹി ഹോ സക്ത. റിശ്തോं में प्रेम का मूल्य समझो उनका सम्मान करो. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിന് ശേഷം കൊടുത്തിട്ടുള്ളത് നമ്മുടെ കബീർദാസിന്റെയും തുളസീദാസിന്റെയും റഹീമിന്റെയും ഒരു പ്രൊഫൈലാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം വന്നിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. അതൊന്ന് നോക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് പേജ് നമ്പർ 64, 64. സഹി മിലാൻ കരെ. ഓക്കെ, യോജിച്ചത് ശരിയായത് യോജിപ്പിക്കുക. സഹി മിലാൻ കരെ എന്നാണ് ശരിയായത് യോജിപ്പിക്കുക. അപ്പൊ 2 കോളം കൊടുത്തിട്ടുണ്ട്. ഒരു കോളത്തിൽ കുറച്ച് വാക്കുകളും നെക്സ്റ്റ് കോളത്തില് അതിന്റെ കുറച്ച് മീനിങ്ങുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബാണി, ബാണി എന്ന് പറഞ്ഞാല് വാണി, വാക്ക്. ഓക്കെ, വാണി എന്ന് മറ്റേ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പ, ആപ്പ എന്ന് പറഞ്ഞാല് അഹങ്കാർ, അഹംഭാവ് ഹിന്ദിയിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നാണ് ഹിന്ദിയില് അഹംഭാവ്. നെക്സ്റ്റ് ശീതൾ, ശീതൾ എന്ന് പറഞ്ഞാല് ശാന്തമായ, തണുത്ത എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ശീതൾ, ശീതൾ. ഓക്കെ, നെക്സ്റ്റ് തീനി, തീനി എന്ന് പറഞ്ഞാൽ തീനോം, 3 എണ്ണം. ഓക്കെ, തീനോം എന്നവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നാസ്, നാസ് എന്ന് പറഞ്ഞാൽ നാശ്, നാശം. ഓക്കെ, നെക്സ്റ്റ് തോരോ, തോരോ എന്ന് പറഞ്ഞാൽ തോടോ. നെക്സ്റ്റ് ചുരെ, ചുരെ എന്ന് പറഞ്ഞാൽ ചുടെ. നെക്സ്റ്റ് ആസ്, ആസ് എന്ന് പറഞ്ഞാൽ ആശ. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിൽ വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇൻ ആശയ വാലി പങ്ക്തിയോക്കോ ദോഹോ സെ ചാൻകർ ലിഖെ. അപ്പോൾ ഈ താഴെ കൊടുത്ത ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അമേ അപ്നെ ശരീരമേ പ്രാൺ രഹത്തെ തക്ക് ദയാഭാവ് കോ ത്യാഗന നഹി ചാഹിയെ. അപ്പൊ എന്താണ് അതിൽ കൊടുത്തിട്ടുള്ളത്?
അമേ അപ്പനെ ശരീരമേ, നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രാണരഹത്തെ തക്ക്, ജീവൻ ഉള്ളിടത്തോളം കാലം ദയാഭാവ്, കരുണാഭാവത്തെ ത്യാഗന നെഹി ചായേ, നമ്മൾ ത്യജിക്കാൻ പാടില്ല. അപ്പോ അതിന് യോജിച്ച വരി ഏതാണ്? നമ്മുടെ തുളസിദാസിന്റെ ഫസ്റ്റ് ദോഹയിലെ രണ്ടാമത്തെ വരി കേട്ടോ. തുളസി ദയാന ചോടിയെ ജബ് തക് ഗഡ്മേം പ്രാം. തുളസി ദയാന ചോടിയെ ജബ് തക് ഗഡ്മേം പ്രാൺ. ഓക്കെ, അടുത്ത ഏതാണ്? സാർത്ഥക് ബാത്തോം കോ അപ്നാന ചായേ. സാർത്ഥക് ബാത്തോം എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളെ, നല്ല സ്വഭാവങ്ങളെ അപ്നാന ചായേ, നമ്മൾ കരസ്ഥമാക്കണം. ഓർ ബേക്കാർ കി ബാത്തോം കോ, വേണ്ടാത്ത കാര്യങ്ങളെ, നമുക്ക് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചോട് ദേന ചായേ, നമ്മൾ വിട്ടുകളയണം. അപ്പോൾ ആ വരികൾ വരുന്ന ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? നമ്മുടെ കബീർ ദാസിന്റെ രണ്ടാമത്തെ ദോഹയിലെ രണ്ടാമത്തെ വരി കേട്ടോ. സാർ സാർ കോ ഗഹി രഹേ. സാർ സാർ എന്ന് പറഞ്ഞാൽ നല്ലതിനെ, ഗഹി രഹേം സ്വീകരിച്ച്, തോത്ത ദേയി ഉടാൻ, വേണ്ടാത്തതിനെ നമുക്ക് പറത്തിക്കളയാം. ദേയി ഉടാൻ, പറത്തിക്കളയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അടുത്ത ആശയം എന്താണ്? अगर प्रेम का धागा एक बार टूट जाए तो फिर इसे छोड़ना मुश्किल होता है. അല്ലെ, പ്രേമത്തിന്റെ പ്രേമിക്ക ധാഗ എന്ന് പറഞ്ഞാല് ചരട് പൊട്ടി വെച്ച് കഴിഞ്ഞാൽ तो फिर उसे छोड़ना मुश्किल होता है, പിന്നെ അതിനെ നമുക്ക് ഒന്നിപ്പിക്കുക എന്നുള്ളത് മുഷ്കിൽ होता है, ബുദ്ധിമുട്ടാണ്. അഗർ ചുടുപ്പി ചായേത്തോ, അതിനെ നമ്മൾ ഈ ഒന്നിപ്പിച്ചാൽ തന്നെ എന്താവും? ഉസ്മേ ഗാൻ പട് ജാത്തി ഹെ, അതെന്താവും? അതിലൊരു കെട്ടുണ്ടാകും അല്ലെ, കെട്ട് കാണപ്പെടും. അതായത് ഏച്ചത് മുഴച്ചിരിക്കും എന്നുള്ള ഒരു പഴമൊഴി ഉണ്ടല്ലോ, അതിട്ടാ നമ്മൾ ഏച്ചു വെച്ചാൽ അത് മുഴച്ചിരിക്കും എന്നുള്ള, അതുപോലെ ഈ ആശയം വരുന്ന വരി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? നമ്മുടെ റഹീമിന്റെ ലാസ്റ്റ് രണ്ടാമത്തെ ആ ദോഹയിലെ രണ്ടാമത്തെ വരി കേട്ടോ. ടൂട്ടെ പൈ ഫിർന ചുരേ ചുരേ ഖാൻ പരിചാർ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ആശയം വരുന്ന വരി. അപ്പോൾ ഇനി പിന്നെയുള്ളത് എന്താണ്? പഠിത ദോഹക്കോ ആശയിലേക്ക്, നമ്മൾ പഠിച്ച ദോഹകളുടെ ആശയങ്ങൾ ഏതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോന്നും പറഞ്ഞു തീർന്നപ്പോൾ തന്നെ അതിൻ്റെ ആശയങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ മാറിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ എക്സാമിനൊക്കെ എങ്ങനെ ഉണ്ടാവും? നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകണ്ടേ, കാരണം നമുക്ക് മുന്നത്തെ ക്വസ്റ്റ്യനുകളൊന്നും പ്രിഫർ ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് അതിൻ്റെ ആശയങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സാം എഴുതാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.